മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. വലിയ ദുരന്തം എന്ന ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട്. അപ്പോ വണ്ടികളും ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങൾ രക്ഷിക്കണം. അതിന് അതേ പറയാം, എത്രയും പെട്ടെന്ന്. ഓക്കെ. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പൊയ്ക്കണതാക്കണേ, മൊത്തം എല്ലാം പോയി. സ്കൂളിന്റെ തീ കൂടെയാണ് വെള്ളം വരുന്നത്. അയ്യോ, എത്രയോ വീടുകളാണല്ലോ ദൈവം പോയിക്കണേ. അയ്യോ അയ്യോ. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഈ വീടിന്റെ അങ്ങേ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിന്റെ മുകളിൽ ആളുണ്ട്. ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിന്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനായി നിൽക്കുന്നത്, കാറ്. എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. ഇതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. 3 പ്രാവശ്യമാണ് ഇവിടെ ഉരുളുകൂട്ടിയിട്ടുള്ളത്. ചൂരമല പാലത്തിന്റെ തുടക്കണ ആ തൂണല്ലേ, അതാ കാണുന്നത്. മുണ്ടക്കായി റോഡ് പാലൊന്നുമില്ല, അത് സ്കൂൾ അതവിടെ. അപ്പുറത്ത് കുറെ ആൾക്കാർ കുടുങ്ങിക്കല്ല. ആ ഭാഗത്ത് എല്ലാവരും അവിടെ ഉള്ളൊരു ഇത് കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഈ പാലം പോയതുകൊണ്ട്. ഇത് അമ്പലം നിൽക്കുന്ന ഒന്നുമില്ല അവിടെ, ആലുമാര് മാത്രമുണ്ട്. ആശുപത്രി അപ്പുറത്തൊരു ബസ്സുണ്ട്. ടൗണിൽ ഫുള്ളും ചളിയാണ്. ഷട്ടറൊക്കെ പൊളിഞ്ഞില്ലേ, അടിഞ്ഞു വന്നിട്ടാണ്.
മനസ്സിലായില്ല. 2 മണിക്ക് 3 മണിക്ക് നല്ല മഴ. നമ്മുടെ 2018 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത. ഓ, വല്ലാത്ത അവസ്ഥ. കുറച്ചോ മാത്രം ഇത് നമ്മളെ സ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ ടീം എത്തി. ഇത് എവിടെ വരെ എത്തിയിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല.